താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സേവിച്ചാനോട് ക്ഷമിക്കണം. ഞാനല്ല, ചേച്ചിയും ചോദിച്ചാലും കൂടിയാ നിന്റെ അമ്മച്ചിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത്. എനിക്കൊന്നും അറിയില്ല. പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. അവൻ ഇരു കൈയും കൂപ്പി പിടിച്ചോണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ അറിഞ്ഞു ജോയെ. ആ കണക്ക് ഞാൻ അവരോട് തീർത്തോളാം. അതല്ലാതെ നമ്മൾ തമ്മിലൊരു കണക്ക് വേറെയുണ്ടല്ലോ, അത് നീ മറന്നോ? സേവ് വന്യമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലെത്തി. തൻ്റെ കാറിൽ മുട്ടി നിന്ന് ജോക്കുട്ടൻ. സേവിച്ച, അറിയാതെ പറ്റിപ്പോയതാടാ. സെലീനെ കൊല്ലണമെന്ന് കരുതിയിട്ടല്ലടാ ഞാൻ അവിടെ പോയത്. അവൾ നിന്നെക്കുറിച്ച് വർണ്ണിക്കുന്ന കേട്ടപ്പോൾ സഹിച്ചില്ല. എന്നാൽ അവൾ കൊല്ലണമെന്നുണ്ടായിരുന്നില്ല എനിക്ക്. എല്ലാം പറ്റിപ്പോയി. ഞാനവളും തമ്മിലുള്ള ബന്ധം അറിയണോ നിനക്ക്? എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നത്. ആ പാവ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി നിന്നതാ. അതിനും കാരണം നിന്റെ പെങ്ങൾ തന്നെയാ. എൻ്റെ അപ്പനുമായിട്ടുള്ള നിന്റെ പെങ്ങളുടെ കൂട്ടിയിട്ട് അതിന് പ്രതികാരമായിട്ട് തന്നെയാ ഞാനും സെലീനയും ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത്. അതിനാ പാവം ബലി നൽകേണ്ടി വന്ന്. അവളുടെ ജീവനാ നിന്റെയൊക്കെ കാമപൂരണത്തിന് വേണ്ടി. സേവി ജോക്കുട്ടിന്റെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ആത്മാവിന് ശാന്തി നൽകണം എനിക്ക്. സേവി പേഴ്സിൽ നിന്നും മൂർച്ചയുള്ള ബ്ലേഡ് പോലൊരു സാധനം എടുത്തു. അത് ജോക്കുട്ടിന്റെ തൊണ്ടക്കുഴിയോട് ചേർത്ത് വെച്ചു. ഒരു വര വരച്ചാ നീ തീർന്നു. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. പോക്കറ്റിൽ നിന്ന് പേനയും ഗ്ലാസ് എടുത്ത് കാറിന്റെ ബോണ്ടിൽ വെച്ചു. സെലീനെ നീ തന്നെ കൊന്നു. കാരണം വെളിപ്പെടുത്തി ഇതിലെഴുത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ പേരുൾപ്പെടെ എല്ലാം തേച്ചു മാച്ചു കളഞ്ഞ അയാളാണല്ലോ. ജീവിക്കാൻ നിനക്ക് കൊതിയുണ്ടോ? മൂർച്ചയുള്ള ബ്ലേഡ് തന്റെ കഴുത്തിൽ അമരുന്നറിഞ്ഞപ്പോൾ ജോക്കുട്ടൻ പേടിയോടെ അവനെ നോക്കി. അവന്റെ കണ്ണുകളിലെ മരണഭയം കണ്ട് ആർത്തി ചിരിച്ചു സേവി. എന്നെ കൊല്ലത് സേവിച്ച ഞാൻ എന്ത് വെളിയിൽ എഴുതാം? വേഗം പേന വാങ്ങി ജോക്കുട്ടൻ. എഴുത്, സെലീനെ നീ കൊന്നത് എങ്ങനെയാണെന്ന്. ഭയത്തോടെ വേഗം എഴുതാൻ തുടങ്ങിയവൻ. ആ രംഗങ്ങൾ സേവിയുടെ മനസ്സിലൂടെ കടന്നുപോയി. സെലീന അനുഭവിച്ച പ്രാണവേദന അവന്റെ കണ്ണുകളിൽ തുള്ളി കണ്ണുനീർ ഉരുണ്ടുകൂടി. എഴുതി വിറച്ചുകൊണ്ട് പറഞ്ഞ ജോക്കുട്ടൻ. സെലീനെ കെട്ടി തൂക്കിയതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി ഉൾപ്പെടെ എല്ലാം എഴുതിയിരുന്നവൻ. അവസാനമായി ഞാൻ പറയുന്ന വരി കൂടി എഴുത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സേവി. കുറ്റബോധം കൊണ്ട് നീറി നീറി എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പോകുന്നു. സേവി പറയുന്ന എഴുതാതെ അവനും മിഴിച്ചു നോക്കി ജോക്കുട്ടൻ. ആ നിമിഷം തന്നെ തന്റെ തൊണ്ടയിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടവന്റെ എഴുതാ. അതൊരു അലർച്ചയായിരുന്നു. ആ വരി കൂടി എഴുതിയവൻ. ജോക്കുട്ടന്റെ കൈകൾ വിറക്കുകയായിരുന്നു. എഴുതി തീർന്ന പേപ്പറിൽ അവന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ വീണ് കുതിർന്നു. ആ വാക്കുകളിലേക്ക് നോക്കിയപ്പോൾ വാക്കുകൾ മുഴുവൻ ഇത്തരം മരണശാസനം പോലെ തോന്നിയവന്. എഴുതിയ ഓരോ വരെയും തന്റെ ശ്വാസം മുട്ടിക്കുന്ന കുരുക്കായി മാറുന്നുണ്ടെന്ന് വ്യക്തമായി അനുഭവപ്പെട്ടവന് ആ പേപ്പർ മടക്കി പോക്കറ്റിൽ വെച്ചേക്ക്. സേവിയുടെ കടുത്ത ശബ്ദം കേട്ടപ്പോൾ ഞെട്ടി. സെലീന, അവൾ എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. അവളുടെ മരണത്തിന് അറിയാതെയാണെങ്കിലും ഞാനൊരു കാരണമായിരുന്നു. എന്നോടുള്ള ദേഷ്യത്തിനാണല്ലോ നീ ആ പാവം പെണ്ണിനെ. ബാക്കി പറയാതെ പല്ല് കടിച്ച് സേവിച്ച. ഒരു നിമിഷം അവൻ മിണ്ടാ നിന്നു. രാത്രിയുടെ നിശബ്ദത കൂടുതൽ കരം പിടിച്ചു. ദൂരെയായി നിർത്താതെ ഓരിയിടുന്ന നായ്ക്കൾ, അവക്ക് അകമ്പടിയെന്നോണം കുറുക്കന്മാരുടെ കൂവലും. ഇതേ സമയം മേരിയമ്മയുടെ വീട്ടിൽ സിറ്റോളിൽ തന്നെ ഇരിക്കായിരുന്നു ഇഷാനി. അവളുടെ കണ്ണുകൾ ഇനിയും പെയ്തു തോർന്നിട്ടില്ല. സേവിച്ചന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പലവട്ടം അവൾ അതിലേക്ക് വിളിച്ചു. സേവിച്ചനെ കിട്ടാതിരുന്നപ്പോൾ അപ്പച്ചനെ വിളിച്ചു, ജോസൂട്ടിയെ വിളിച്ചു, മൂർത്തി സാറിനെ വിളിച്ചു. ആർക്കും സേവിച്ചനെ പറ്റിയൊരു വിവരം അറിയില്ല. ജോസൂട്ടി അന്വേഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ ഇരിക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചു. ജോസൂട്ടിയുടെ പേര് കണ്ടപ്പോൾ ഉയരുന്ന ഹൃദയമിടിപ്പോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പേടിക്കണ്ട, മാറി ഇത് കുടിച്ചിറങ്ങി പോയിട്ടെന്നാ പറഞ്ഞ്. താമസിയാതെ എത്തുമായിരിക്കും. ഇത്രയും സമയം ഇവിടെ തന്നെ ആയിരുന്നു അത്രേ. ജോസൂട്ടി പറയുന്ന കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ. ദിവസങ്ങളായിട്ട് അങ്ങനെ ഒരു ശീലം മറന്നുപോയതുപോലെയായിരുന്നു. വഴിയിൽ ഞാൻ നോക്കിക്കളാം, കണ്ടിട്ട് ഉടനെ വിളിക്കാം. അവിടെ എത്തി എന്നെ ഒന്ന് വിളിച്ചേക്കണേ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. പെട്ടെന്ന് എൻ്റെ മോനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സൊക്കെ ഒന്ന് ശാന്താക്കി അവനൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ അവന് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. നിന്നെ അങ്ങനെ വെറുക്കാനൊന്നും കഴിയില്ല എൻ്റെ മോന്. ഇഷാനിയുടെ തലമുള്ളിൽ തഴുകിക്കൊണ്ട് ആശ്വസിപ്പിച്ചു മേരിയമ്മ. ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ഇഷാനി അകത്തേക്ക് വന്ന്. ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും പെട്ടെന്ന് തനിച്ചായതുപോലെ തോന്നിയവൾക്ക്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിന്നില്ല. പുലർച്ചയ്ക്ക് എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി ഇഷാനി. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നവൾ സേവിച്ചൻ വന്നില്ലല്ലോ എന്നോർത്ത് വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഹാളിലെ സെറ്റിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നവൻ ജുബ്ബ ഊരിയെറിഞ്ഞിട്ടുണ്ട്. ഹിച്ചായ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്നു. പക്ഷെ നല്ല ഉറക്കത്തിലായിരുന്നുകൊണ്ട് അവൻ ആ വിളി കേട്ടില്ല. അവന്റെ തോളിൽ പതിയെ തട്ടി വിളിച്ചവൾ. ഹിച്ചായ
എഴുന്നേറ്റ് അകത്തുവന്ന് കിടക്ക്. കണ്ണുകൾ കൂട്ടിത്തിരുമ്മി അവൻ ഉണർന്നപ്പോൾ പറഞ്ഞവൾ. എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് അകത്ത് കിടക്കണേ പോയി കിടക്ക്. എളിതാ എന്റെ നെഞ്ചത്തോട് കയറി കിടക്ക്. മല നേർന്നുകൊണ്ട് പറഞ്ഞവൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ആളവന്റെ ദേഹത്തേക്ക് കടന്നു. അവന്റെ മുഖത്തിലും കഴുത്തിലും മാറി മാറി ചുംബിച്ചവൾ. സോറി ചായ, ഈ ചായനോട് പറയാതെ മറച്ചു വെച്ച് ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാ. അമ്മച്ചി പറഞ്ഞിട്ട് ഞാനും പേടിച്ചുപോയി. ഈ ചായനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ്. ഈ ചായനെ ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ കൂടെ കൂടിയത്. എന്നെ വേണ്ടിയിട്ട് പോവല്ലേ ഈ ചായ. ഈ നെഞ്ചിലേക്കൊരു സ്ഥാനമില്ലെങ്കിൽ പിന്നെ ഇഷാനില്ല. അത്രയ്ക്ക് ഞാൻ ഈ തെമ്മാടി ഇഷ്ടപ്പെട്ടു പോയി. അവനെ ഉമ്മകൾ കൊണ്ട് പൊതിയുമ്പോൾ ആൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. ചെറുചിരിയോടെ അവന്റെ ഇരുകൈകളും ആളെ പൊതിഞ്ഞു പിടിച്ചു. കണ്ണുനീര് പരന്ന മുഖമാകെ ഉമ്മകൾ കൊണ്ട് മറുപടി പറഞ്ഞവൻ. എന്നാ വിനകത്തേക്ക് പോവല്ലേ? ആളുടെ കാതിൽ കുറുമ്പോടടക്കം പറഞ്ഞവൻ. ആൾ പിടച്ചിലോടെ എഴുന്നേറ്റു. എന്ത് സാധനം വലിച്ചേറ്റിരിക്കുന്നു? വാട്ട മഴയടിക്കുന്നു. എഴുന്നേറ്റ് ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞവൾ. അതൊക്കെ ഉണ്ടാവും. എന്നെ ഇങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ നീ കൂടെ കൂടിയാ മതി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. ആരും വിട്ടുകൊടുത്തില്ല. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്റെ മോൻ സൂഹിക്കണ്ട കേട്ടോ. എഴുന്നേറ്റ് നിന്ന് മുണ്ടൊന്ന് മുറുക്കി എടുക്കുന്നവനെ നോക്കി കൊഞ്ഞനും കുത്തിക്കൊണ്ട് പറയുന്നവളെ ഞൊടിയിടയിൽ എടുത്തു വരുത്തി റൂമിലേക്ക് നടന്നവൻ. തന്റെ മുറിയുടെ വാതിക്കൽ നിന്ന് അവരുടെ സന്തോഷം കണ്ടുന്ന മേരിയമ്മ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കുരിശു വരച്ചു. അവളെയും കൊണ്ട് ബെഡിൽ വീണവൻ ആവേശത്തോടെ അവളിലേക്ക് പറന്നു കയറുമ്പോൾ അവൻ പഴയ സേവിയായിരുന്നു. ആ പുലർമഞ്ഞിന്റെ കുളിരിൽ ഉടലുകൾ തമ്മിൽ പിണഞ്ഞ് പുതുകാവ്യ രചിച്ചു. കൂടിച്ചേരലിന്റെ ആലസ്യത്തിൽ ഇരുവരും ഉറങ്ങിപ്പോയി. മേരിയമ്മയുടെ വാതിൽ തട്ടിയുള്ള വിളിയേട്ടാണ് അവന്റെ നെഞ്ചിൽ കിടന്നവൾ ഉണർന്ന്. അവൻ ആ വിളിയേട്ട് ഉണർന്നെങ്കിലും അത്രയും മംഗലാപ്പോടെയുള്ള വിളിയുടെ കാരണം അറിയാവുന്നതുകൊണ്ട് ഉറക്കം നടിച്ച് കിടന്നവൻ. നാ വരുന്ന മച്ചി പറഞ്ഞുകൊണ്ട് അഴിഞ്ഞു വീണ മുടി വാരിക്കെട്ടി ബെഡിൽ കിടന്ന ഡ്രസ്സ് എടുത്തിട്ട് വാതിൽ തുറന്നവൾ. ആൾ എഴുന്നേറ്റപ്പോൾ ചെരിഞ്ഞു കിടന്നു സേവി. മോളെ, ഡാനിയേൽ വിളിച്ചിരുന്നു. തങ്കച്ചിയുടെ അനിയൻ ജോക്കൂട്ട് ആത്മഹത്യ ചെയ്തെന്ന്. അതും ആ സെലീനെ കെട്ടിത്തൂങ്ങി അതേ മരത്തില്. അവന്റെ പോക്കറ്റിൽ നിന്നൊരു കത്തും കിട്ടിയെന്ന്. സെലീനയുടെ മരണം ആത്മഹത്യയില്ലെന്നും അവനാണ് ആ കൊല ചെയ്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ തിരുത്തിയതാണെന്ന്. പശ്ചാത്താപം കൊണ്ട് തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൻ എഴുതിയിട്ടുണ്ടെന്ന്. അമ്മച്ചി പറയുന്ന ഓരോ വാക്കും കേട്ട് കണ്ണുകളടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന് സേവിച്ചൻ. അമ്മച്ചി എന്തീ പറയുന്നത്? ഇഷാനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജോക്കുട്ടന്റെ മരണവിവരം. മോളെ, ഡാനിയേൽ സംഭവസ്ഥലത്ത് നിന്നാ വിളിച്ച്. കാറ് കിടക്കുന്നുണ്ട്. അതിൽ പോയ ആരോ ഒരാള് കുന്നിൻ പുറത്തേക്ക് കയറി നോക്കിയാത്രേ. സെലീനയുടെ വീട് ആൾപ്പാർപ്പില്ലാതെ കിടക്കുകയാണല്ലോ. ആരും അവിടേക്ക് പോവാറൊന്നുമില്ല. കാറ് കിടക്കുന്ന കണ്ട് സംശയം തോന്നിയ ആൾ നോക്കിയാണത്രേ. ബോഡി കണ്ടപ്പോൾ ആളുകൾ വിളിച്ചുകൂട്ടി പോലീസിനെ അറിയിച്ചു എന്നാ ഡാനിയേൽ പറഞ്ഞ്. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ നിൽക്കുക മേരിയമ്മ പറഞ്ഞു. കുറ്റബോധം കൊണ്ട് അയാൾക്ക് പറ്റുന്നുണ്ടാവില്ല. അതായിരിക്കും ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുത്ത്. എന്തായാലും പാപത്തിന്റെ ശമ്പളം മരണം എന്നാണല്ലോ. സേവിച്ചെന്റെ ശത്രുക്കൾ ഒരാൾ കുറഞ്ഞു അല്ലേ അമ്മച്ചി? ആൾ ചിരിയോടെ മേരിയമ്മയെ നോക്കി. എന്നാൽ അവർ അകത്തേക്ക് എത്തി നോക്കിയായിരുന്നു ചെരിഞ്ഞു കിടക്കുന്ന സേവിയെ. ഡാനിയൽ സംഭവസ്ഥലം കൃത്യമായി പരിശോധിച്ചു. ജോക്കുട്ടന്റെ പോക്കറ്റിൽ നീട്ടി കത്ത് പ്രധാന തെളിവായി രേഖപ്പെടുത്തി. ഇത് സൂയിസൈഡ് നോട്ടാണ്, പക്ഷെ ഇതിന്റെ ഒറിജിനാലിറ്റി പരിശോധിക്കണം. കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ നോക്കി. സെലീനയുടെ കേസ് റീഓപ്പൺ ചെയ്യണം. മുമ്പ് ആത്മഹത്യയായിട്ട് ക്ലോസ് ചെയ്ത കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യാജമാക്കിയതായി പറഞ്ഞത് ഗൗരവമായി എടുത്ത് ജോക്കുട്ടന്റെ മരണത്തിന് അൺനാച്ചുറൽ ഡെത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം സെലീനയുടെ മരണത്തിൽ IPC പ്രകാരം കൊലക്കുറ്റം ചുമത്തി പുതിയ FIR തയ്യാറാക്കാൻ തുടങ്ങി. കുന്നിൻ മുകളിൽ നിന്ന് ശവം കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നിരുന്നവർക്ക് മനസ്സിലായി, ഒരു മരണം മാത്രമല്ല ഇത്, മറിഞ്ഞിരിക്കുന്ന സത്യം പുറത്തു വരുന്ന നിമിഷം. തങ്കച്ചിയും ജോയിക്കുട്ടിയും സ്ഥലത്തെത്തുമ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വാഹനത്തിൽ കയറ്റുകയായിരുന്നു. ജോക്കുട്ട, എന്തിനാണ് നീ ഈ ചതി ചെയ്ത്? ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് തങ്കച്ചി ഓടി വന്നു. അതെ, അങ്ങോട്ട് മാറിക്ക്, വഴി തടസ്സപ്പെടുത്താതെ പോലീസുകാർ കർശനമായി പറഞ്ഞു. ജോയിക്കുട്ടിയുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു. സെലീനയുടെ കേസ് കുത്തിപ്പൊക്കിയാൽ താനും ഡോക്ടറും കുടുങ്ങും. അതായിരുന്നു അയാളുടെ ഉള്ളിൽ. ആളുകളുടെ പ്രവാഹമായിരുന്നു സെലീനയുടെ കുന്നിൻപുറത്തെ വീട്ടിലേക്ക്. നിമിഷ നേരം കൊണ്ട് വാർത്തയാകെ നാട്ടിൽ പരന്നു. ഡോക്ടർ അടക്കം എല്ലാവരും തൂങ്ങേണ്ടി വരും. എന്നാലും ആ കൊച്ചിന്റെ കൊലപാതകമായിരുന്നെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ കാലമാണ് കൊന്നുകളഞ്ഞല്ലോ അതിനെ. നാട്ടുകാരിൽ ആരോ ഒരാൾ പറഞ്ഞപ്പോൾ മറ്റൊരാളെ ഏറ്റുപിടിച്ചു. തെളിവ് അവശേഷിച്ചില്ലെന്ന് ആരാ പറഞ്ഞ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിയെന്നല്ലേ ആ കത്തിൽ പറയുന്നത്. ഇപ്പോഴുണ്ടോ ചിലരൊക്കെ കാശ് ഉണ്ടാക്കാൻ മിഴിനടിച്ച് വീഴുന്നവര്? അങ്ങനെയുള്ളമാരുണ്ടെങ്കിൽ ഒരു തുമ്പ് അവശേഷിപ്പിക്കാതെ കൊലപാതകം ആത്മഹത്യയായിട്ട് മാറ്റുകയും ചെയ്യും. ആത്മഹത്യ കൊലപാതകവും ആക്കി മാറ്റും. അങ്ങനെ നീണ്ടുപോയ ആളുകളുടെ സംസാരങ്ങൾ. രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കായിരുന്നു ജോയിക്കുട്ടി. അനിയന്റെ മരണം തങ്കച്ചിയെ തളർത്തി. താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ തന്നെ തിരിഞ്ഞോത്താൻ തുടങ്ങിയിരിക്കുന്നു. ആളൊഴിഞ്ഞൊരു വീട്ടിലിരിക്കായിരുന്നു ഡോക്ടർ ജേക്കബ്. മദ്യം നിറഞ്ഞ ഗ്ലാസ് അയാളുടെ കയ്യിൽ നിന്ന് വിറച്ചു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. സെലീനയുടെ പോസ്റ്റ്മോർട്ടമാണെന്ന് അയാൾ ഇതിനോടൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. താൻ കുറ്റക്കാരനെന്ന് തെളിയാൻ ഇനി അധിക സമയമില്ല. അയാളുടെ മാനസിക നില ആകെ തെറ്റി. ഇത്രയും വർഷത്തെ സർവീസിനിടക്ക് ആദ്യമായി തന്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു.
ആരോപിക്കപ്പെട്ടിരിക്കുന്നതെന്നല്ല, ആ കുറ്റം താൻ ചെയ്തതാണ്. നാളെ എല്ലാവരും അതറിയും. കൂട്ടുകാരൻ നീട്ടിയ കാശിന് മുമ്പിൽ തനിക്ക് നഷ്ടപ്പെട്ടത് ഇതുവരെ ഉണ്ടാക്കിയ നല്ല പേരായിരുന്നു. അയാൾക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അയാളുടെ. ജോക്കുടന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വീട്ടിലെത്തിച്ചു. മോളിക്കുട്ടിയും മക്കളും നെഞ്ചത്തടിച്ച് കരഞ്ഞു. തങ്കച്ചി എല്ലാം കണ്ടും കേട്ടും ഒന്നും കരയാൻ പോലും കഴിയാതെ തരിച്ചു നിന്നു. അകത്ത് മുറിയിൽ അമ്മച്ചി നിശബ്ദനായി കരഞ്ഞു. ഇന്നലെ വരെ ചിരിയും സന്തോഷവും നിറഞ്ഞിരുന്ന വീട് ഇന്ന് മരണ വീടായി മാറിയിരിക്കുന്നു. അധിക സമയമൊന്നും ബോഡി വീട്ടിൽ വെച്ചില്ല. സേവിയും ജോസൂട്ടി അവസാനമായി ജോക്കുടനെ കാണാൻ ചെന്നു. വെറും കൈയോടെ ആയിരുന്നില്ല സേവി ചെന്ന്. നല്ലൊരു വെള്ള റോസാപ്പൂവിന്റെ ബൊക്കെ വാങ്ങിയവൻ. അവനങ്ങനെ ചന്തത്തിൽ പോട്ടെ, അല്ലേ ജോയിക്കുട്ടിച്ചായോ? ബൊക്കെ വെച്ചിറങ്ങി സേവി തന്നെ സൂക്ഷിച്ചു നിൽക്കുന്ന ജോയിക്കുട്ടിയെ നോക്കി പറഞ്ഞു. മേരിയമ്മ തിരികെ വന്നപ്പോൾ മുതൽ വാളിന് തീ പിടിച്ച പോലെയാണ് ജോയിക്കുട്ടിയും തങ്കച്ചിയും. അതിനിടയിലാണ് അനിയന്റെ മരണം. സേവി അവനെ നോക്കിയൊന്ന് മീശ വിരിച്ചു. അവന്റെ കണ്ണുകളൊന്ന് കുറുകി ചുവന്നു. നിന്നെ ഞാൻ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല ജോയിക്കുട്ടി, മനസ്സിൽ പറഞ്ഞുകൊണ്ട് സേവി അവിടെ നിന്നും പോയി. സെലീനയുടെ റീപോസ്റ്റ്മോർട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഡാനിയൽ. ഗൗരിയോ അവനൊപ്പം കൂട്ടായിട്ടുണ്ട്. അച്ഛന്റെ ഫയൽ പാർട്ടി കൊലപാതകമായി എഴുതി തള്ളിയത് മടക്കി വെച്ചു ഡാനിയൽ. ഇപ്പോൾ അവന്റെ മുന്നിലിരിക്കുന്ന സെലീനയുടെ ഫയൽ. വൈകിട്ടോടെ ജോക്കുട്ടിന്റെ അടക്കം കഴിഞ്ഞു. റൂമിൽ അടച്ചിരിക്കുന്ന ചേച്ചിയുടെ അടുത്തേക്ക് ജോയിക്കുട്ടി പോയി. ചേച്ചി വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ അന്വേഷണം വരും. ഡോക്ടർ ജേക്കബ് എല്ലാം തുറന്നു പറയും. ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് മാറിന്നാലെന്ന് ആലോചിക്കുന്നത്. എന്തായാലും പിടിക്കപ്പെടും. മേരിയമ്മ തിരികെ വന്ന് വെറുതെ അല്ല, എന്തായാലും നമ്മൾ പിടിക്കപ്പെടും. വല്ലാത്തൊരു കുറ്റബോധത്തോടെ പറഞ്ഞ് ജോയിക്കുട്ടി. നീ ഒന്ന് സമാധാനമായിരിക്കും ജോയിക്കുട്ടി. എന്തായാലും മുൻകൂർ ജാമ്യത്തിന് കൊടുക്കാം. മേരിയല്ല ഇതിന് പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കൊടുക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ മുമ്പ് ആവായിരുന്നു ഇത്. അതൊന്നല്ല, നമ്മുടെ ചെക്കൻ്റെ ബുദ്ധിയില്ലായ്മ. തങ്കച്ചാരിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം തന്നെ വിഴുങ്ങുന്ന അറിയുന്നുണ്ടായിരുന്നു ജോയിക്കുട്ടി. കുറച്ചു സമയം ചേച്ചിയോടൊപ്പം സംസാരിച്ചിരുന്ന് പുറത്തേക്ക് പോയി അയാൾ. ഡോക്ടർ ജേക്കബിനെ കാണാനില്ലെന്ന് വീട്ടുകാരുടെ പരാതി അന്വേഷിച്ച് പോലീസ് സംഘം തിരച്ചിലാരംഭിച്ചു. ഉച്ചയോടെ അവർ കണ്ടുപിടിച്ചു. വർഷങ്ങളായി ഒഴിഞ്ഞെടുക്കുന്ന അയാളുടെ തറവാട്ട് വീട്ടിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ സെലീനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ മറ്റൊരാൾ കൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വാർത്ത അതിവേഗം നാട്ടിൽ പരന്നു. ഡോക്ടറുടെ മരണവാർത്തയും ജോയിക്കുട്ടിയെ തളർത്തി. താനാണ് അതിന് കാരണമെന്ന് അയാളുടെ മനസാക്ഷി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. 2-3 ദിവസം മാറ്റങ്ങളില്ലാതെ കടന്നുപോയി. ഇഷാനിയും സേവി അപ്പച്ചൻ്റെ അടുത്തേക്ക് എത്തി. ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ സ്ഥാപനത്തിലേക്ക് മേരിയമ്മയും വരുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഇഷാനിയുടെ നേതൃത്വത്തിൽ മേരിയമ്മയ്ക്ക് സ്വീകരണമായിരുന്നു ഓഫീസിൽ. പോയ സന്തോഷങ്ങളെല്ലാം തിരികെ പിടിക്കുന്ന ആവേശത്തിലായിരുന്നു സേവിയും. അമ്മയും മകനും ഒരേ ക്യാബിലിരുന്നു. മോനെ, ഞാൻ ആഗ്രഹിച്ചിരുന്നു നിന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നു. നമ്മുടെ ബിസിനസ് വളരുന്നു. എൻ്റെ അഭാവത്തിൽ ഈ സ്ഥാപനം ഇതുപോലെ നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു മൂർത്തിയെങ്കിൽ. എനിക്കറിയാം നിന്റെ മനസ്സ്. അങ്കിളിനോട് നീ സംസാരിച്ചിട്ട് ദിവസങ്ങളായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന നാൾ തൊട്ട് മോനെ, നിനക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ അങ്ങനെ ഒരു നാടകം കളിച്ച് നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ. ഇനിയും അങ്കിളിനോട് നീ പിണങ്ങിയിരിക്കരുത്. അമ്മച്ചി പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നു സേവിക്ക്. എന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചു അങ്കിള്. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് മാത്രം അമ്മച്ചി പറയരുത്. മതി. ഇനി നമുക്ക് ആ ടോപ്പിക്ക് വിടാം. പരസ്പരം പഴിച്ചാലും കുറ്റപ്പെടുത്തലെല്ലാം മാറ്റിവെച്ച് ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും സന്തോഷത്തോടെ കഴിയും. അങ്കിളിനൊന്ന് ചേർത്ത് പിടിച്ചായ. ഇഷാനി വാതിൽ തുറന്നുകൊണ്ട് ക്യാബിനിലേക്ക് കയറി വന്നു. ആളോടൊപ്പം മൂർത്തിയും ഉണ്ടായിരുന്നു. പ്രതീക്ഷയോടെ അയാൾ സേവിയെ നോക്കി. സേവിയുടെ മൗനം അയാളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കള്ള കഷണ്ടി, എന്നാൽ ഇത്രയും വർഷം ഇവിടെ എല്ലാം മറച്ചുള്ള നടപ്പ്. എത്രയോ തവണ നിങ്ങൾക്ക് പോലും ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നിട്ടും ബാക്കി പറയാതെ സേവി മൂർത്തി അങ്ങളെ കെട്ടിപ്പിടിച്ചു. അവന്റെ സ്വരമിടറി കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കടാ മോനെ, നിന്നെ നല്ലൊരു കുട്ടിയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അവനെ തിരികെ പുണർന്നുകൊണ്ട് പറഞ്ഞു അയാൾ. പരിഭവങ്ങൾ അലിഞ്ഞുപോയ ആ നിമിഷം ഇഷാനിയും മേരിയമ്മയും സന്തോഷത്തോടെ നോക്കി നിന്നു അവരെ. ദിവസങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിപ്പായിരുന്നു ഭദ്രൻ. എല്ലാത്തിനോടും ഒരു തരം മടുപ്പ് തോന്നി അവന്. തന്റെ ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന ചോദ്യം അവനെ വേട്ടയാടി. ടെക്സ്റ്റൈൽസിൽ നിന്ന് 6 മണി കഴിഞ്ഞ് ശിവാനി വീട്ടിലെത്താൻ. എന്നാലും ആ വീട്ടിലെ സകല ജോലികൾ അവൾ ചെയ്യും. താൻ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രതിഫലം എന്നോണം രാത്രി ബെഡ്ഷീറ്റ് വിരിച്ച് തറയിലാണ് അവളുടെ കിടപ്പ്. ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ അവനോടൊന്നും ചോദിക്കാനും പറയാനുമില്ല അവൾക്ക്. വാതിലടച്ച് അവൾ അകത്തേക്ക് വന്നപ്പോൾ ജനറലിൽ നിന്ന് അവനും തിരിഞ്ഞു. ശിവാനി, എനിക്കൊന്ന് സംസാരിക്കണം. ബെഡ്ഷീറ്റ് വിരിക്കുന്ന അവൾ നോക്കി പറഞ്ഞു ഭദ്രൻ. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി കിടന്നവൾ. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഞാനൊരു തെമ്മാടിയായിരുന്നു, സമ്മതിച്ചു. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. ആവശ്യമില്ലാത്ത പലതും മോഹിച്ച് ചോരത്തിളപ്പിൽ പലതും നേടി. പക്ഷേ ജീവിക്കാൻ ഞാൻ മറന്നു. ഈ ജീവിതത്തിനടുക്ക് നേടിയത് കുറേ പേരുടെ വെറുപ്പ് അവഗണനയും മാത്രമാണ്. ഇനിയും എനിക്ക് വയ്യ എങ്ങനെ തുടരാൻ. എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ നിഘണ്ടുവിൽ ഇല്ലാത്തോ അതായിരുന്നു. നീ എന്നെ മനസ്സിലാക്കണം പ്ലീസ് ശിവാനി.
ആൾ ഇരിച്ച ബെഡ്ഷീറ്റിലേക്ക് മുട്ടുകുത്തിയിരുന്ന് ആളുടെ കാൽ പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നവൾ. അവന്റെ ഇരുകണ്ണുകൾ നിറഞ്ഞു. ആളുടെ കാൽപാദത്തിൽ മിഴിനീർ തുള്ളികൾ ഇറ്റു വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.